പേര് പറയണമെങ്കിൽ വലിയ പ്രശ്നം. ഞാൻ പാത്തു എന്ന് വിളിക്കും. ഞാൻ പാത്തു എന്ന് വിളിച്ചോ. ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ വളരെ മോശമായിട്ട് സംസാരിക്കും. ബേബിനെ ഡെലിവറി കഴിഞ്ഞപ്പോ വീണ്ടും വേറെ കല്യാണം കഴിക്കും. ആദ്യ ഭർത്താവ് ഇപ്പോഴും ജയിലിലാണോ? ആദ്യം ജയിലാണ്. പേഴ്സണലാണെങ്കിൽ പറയണ്ട കേട്ടോ. ഞാൻ ഉള്ളിലേക്ക് ഇറങ്ങി മാന്തി എടുത്തു. ഈ ഫോണിൽ ഇപ്പോഴും പ്രൂഫ് എല്ലാം ഇരിക്കും. എന്നിട്ട് പോലും അവര് ആ മോളെ പ്രഗ്നന്റ് ആയ ടൈമിലാണ് ഈ ഒരു ഇഷ്യൂ നടക്കുന്നത്. ഞാൻ സൂയിസൈഡ് ഒക്കെ ചെയ്യാൻ നോക്കിയത് ആ ടൈമിലാണ് പിടിച്ചപ്പോ. ഞാൻ ചിന്തിച്ചത് ഞാൻ മരിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കാം അവനിക്ക്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് അന്ന് ആ കേക്കിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് മീൻസ് എന്റെ ഉപ്പാൻ ഇനിയും ബുദ്ധിമുട്ടിക്കരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ എന്തായാലും കുറ്റപ്പെടുത്തൽ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും മാക്സിമം ആൾക്കാരുള്ള ഫംഗ്ഷനിൽ എടുത്തൊന്നും ഞാൻ പോയില്ല. അപ്പൊ ഉമ്മ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യണം എന്നാലും പറയാം നല്ല പാവം. നമ്മളെ ബോഡി കണ്ടിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഒരിക്കലും എന്താ പറയണ്ടേ, നമ്മളെ കിട്ടിക്കഴിഞ്ഞാല് ഒല ഇത് പോവും. നല്ല പൈസ ഉണ്ടാക്കാം. ഫാസ്റ്റ് ബിസിനസ് സെന്റർ, യുവർ കമ്പനി ഫോർമേഷൻ എക്സ്പേർട്സ്. നമസ്കാരം. ഞാൻ അങ്ങനെ ദുബായിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദുബായിൽ എത്തിയിട്ട് കുറെ ഇന്റർവ്യൂസ് എടുക്കുകയാണ്. അപ്പം നമുക്ക് മലയാളികൾക്കെന്നും സുപരിചിതയാണ്. കണ്ണൂരേരെയാണ്, ദുബായിലാണ്. പേര് പറയണമെങ്കിൽ വലിയ പ്രശ്നം. ഞാൻ പാത്തു എന്ന് വിളിക്കും. ഞാൻ പാത്തു എന്ന് വിളിച്ചോട്ടെ? വിളിച്ചോളൂ, നോ പ്രോബ്ലം. അങ്ങനെയല്ല, പാത്തു ട്രോൾ ഒത്തിരി ഉണ്ടായില്ലേ? പാത്തു എന്നല്ല, അന്ന് ഇന്റർവ്യൂല് പാത്തു പാത്തു ഞാൻ വിളിച്ചത് അത് വലിയ ട്രോൾ ആയില്ലേ? ഞാൻ വീണ്ടും പാത്തു എന്ന് വിളിച്ച എന്തൊരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. പേരൊന്ന് 10 പ്രാവശ്യം തെറ്റാതെ പറഞ്ഞു. ഇതിൽ അന്ന് എന്നെ പറയിപ്പിച്ചേ 10 പ്രാവശ്യം. മതിയില്ലേ? ഇനി ഒന്ന് പറഞ്ഞേ. ഇനി എന്ത് പാടുപെട്ടാ പറഞ്ഞ? അതെന്താണ് ഈ പേരിടാൻ കാരണം? ഇത്ര ഒരു വലിയ നീട്ടമുള്ള ഫാദറിന് വളരെ റെയർ ആയിട്ടുള്ള ഒരു പേരിടണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു അറബിക് നെയിമാണ്. എന്റെ അർത്ഥം പറയൂ. അർത്ഥം അങ്ങനെ പ്രത്യേകിച്ചിട്ട് അർത്ഥമില്ല. അർത്ഥമില്ല പേരിന്? ഏത് പേരിന് അർത്ഥമുണ്ടോ? അല്ല, ഈ പേരിന് പ്രത്യേകിച്ചിട്ട് അർത്ഥമില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മീൻസ് ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ നബീനെ കെയർ ചെയ്തൊരു സ്ത്രീയുടെ പേര് അങ്ങനെ അതെ അതെ അങ്ങനെ പറഞ്ഞു. ഇഷ്ടപ്പെട്ടിട്ട പേരാണല്ലേ? അതെ അതെ. പേര് മാറ്റമൊന്നും തോന്നിയില്ല? പിന്നെ ഇല്ല, തോന്നിയിട്ടില്ല. കാരണം ഉമ്മ പ്രഗ്നന്റ് ആയപ്പോ മുതലേ വാപ്പ ഈ പേരിടണമെന്ന് പറയലുണ്ട് എപ്പോഴും. എന്തായാലും പെൺകുട്ടി ആയിരിക്കും. പെൺകുട്ടി ആണെങ്കിൽ അല്ല, എന്തായാലും പെൺകുട്ടി ആയിരിക്കും. അല്ല, ഉമ്മ ഇടയ്ക്ക് പറയും വല്ല അറബിക് ഗേൾ ഫ്രണ്ടിന്റെ പേരായിട്ടാണോ സുവൈബത്തുൽ അസ്ലമിയ ചോദിക്കുന്നത്. ഖത്തറിലാണ്. ഇല്ല, അങ്ങനല്ലോ. അപ്പൊ അത്യാവശ്യം നല്ല ദീനിയാണ്. അങ്ങനെ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഉറപ്പിച്ചു. അപ്പയോട് ഒന്നുകൂടെ ചോദിച്ചു വേണം. ഇനിയിപ്പോ ചോദിക്കാം. അപ്പക്ക് ഇങ്ങനെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ പേരിലേക്ക് വരാനുള്ള കാരണം എന്താ ഞാൻ ചോദിച്ചു. അപ്പൊ എന്തായാലും ഇന്റർവ്യൂ ആകുമ്പോൾ ചോദിക്കുമല്ലോ. ഇരിക്കട്ടെ. എന്തായാലും ഉമ്മയും ഉപ്പ ഇപ്പൊ നല്ലോണം പോകുന്നതാണ്. എന്തിനാ തല്ലിപ്പിരിപ്പിക്കണെന്നാണ്. എന്തായാലും നമ്മൾ ഇതിനു മുമ്പ് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലൊക്കെ നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറെ ദിവസങ്ങൾ ലൊക്കേഷനിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഞാനിങ്ങനെ ദുബൈയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കുറെ പേരെ കണ്ടെത്തുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് കണ്ടെത്തിയത്. ദുബായ് ജീവിതം എങ്ങനെ പോകുന്നു? ദുബായ് ജീവിതം അടിപൊളിയാണ്. ദുബായ് ആണ് ഇഷ്ടം, നാടാണ് ഇഷ്ടം? അത് നാടിനെയാണ് ഇഷ്ടം, എന്നാലും ദുബായ് ഇഷ്ടമാണ്. നമുക്ക് ഏൺ ചെയ്യാനൊക്കെ ഏറ്റവും ബെറ്റർ ദുബായ് ആണ്. മീൻസ് നാട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഒരു മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ കുറെ കടമ്പകൾ കടന്നാണ് വന്നത് അല്ലെ? അതെ. ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. ദുബായിൽ ഒറ്റപ്പെട്ട ജീവിതം അല്ലെ? എനിക്കൊന്ന് കല്യാണം കഴിച്ചിരുന്നു, ഡിവോഴ്സ് ആയി. ഡിവോഴ്സ്ഡ് അല്ല, എന്റെ വലിയ സ്റ്റോറിയാ. ആ സ്റ്റോറി പറഞ്ഞാൽ 10 എപ്പിസോഡ് കൊണ്ടുവരുമോ? ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. എന്റെ കല്യാണം കഴിഞ്ഞത് 2016 ഞാൻ MSc ബയോകെമിസ്ട്രി കഴിഞ്ഞതാണ്. അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ MSc കഴിഞ്ഞപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് അടിപൊളിയായിട്ട് പോകുമ്പോൾ ഒരു 2018 ഫസ്റ്റ് ബേബീനെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ബേബിക്ക് ഒരു 3 month ആയപ്പോൾ ഹസ്ബൻഡിനെ ഖത്തർ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. നാർക്കോട്ടിക് സെക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. 10 വർഷത്തേക്ക് തടവും പിന്നെ 6 lakhs റിയാലും അങ്ങനെ വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ എനിക്ക് വേറെ പ്രപ്പോസൽ വന്നു.
അങ്ങനെ ഫസ്ക് ചൊല്ലി നമ്മളെ മതത്തില് മുസ്ലിങ്ങൾക്ക് അങ്ങോട്ട് ഒഴിവാക്കാം, ജയിലിലായി കഴിഞ്ഞാല് അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനത്തെ നിയമം. തലാഖല്ല ഫസ്ക്, പെണ്ണ് അങ്ങോട്ട് ഒഴിവാക്കാം, പെണ്ണ് അങ്ങോട്ട് ഒഴിവാക്കാം. അങ്ങോട്ട് ഒഴിവാക്കാം. അങ്ങനെയാണ് അതിന്റെ ഇസ്ലാം മതത്തിലുള്ള നിയമം. ഇതൊക്കെ എങ്ങനെ ആരാ പഠിപ്പിച്ചെന്ന്? ഇത് നാട്ടിലത്തെ കാളിമാർ അവരൊക്കെ പറഞ്ഞു അങ്ങോട്ട് ഒഴിവാക്കിക്കോ. മീൻസ് എന്തായാലും ഇപ്പൊ അടുത്തൊന്നും ഇറങ്ങില്ല, ഈ ചെറിയ കുട്ടികൾ, അന്ന് 22 വയസ്സിലുള്ളൂ. പിന്നെ ചെറിയ ബേബിയല്ലേ, ഭാവിയിൽ ആരാ നോക്കുക, നീ പെട്ടെന്ന് വേറെ കല്യാണം. അപ്പൊ ആ സമയത്ത് അത്യാവശ്യം നല്ല പ്രപ്പോസലെല്ലാം വന്ന്, അങ്ങനെ വന്നതില് എന്താ പറയണ്ട, രണ്ടാമത് വീണ്ടും വേറെ കല്യാണം കഴിപ്പിച്ചു. ആദ്യ ഭർത്താവ് ഇപ്പോഴും ജയിലിലാണോ? അതെ, ജയിലാണ്. അതിന് മോചനമൊന്നും കിട്ടുന്ന നാർക്കോട്ടിക് സെക്ഷൻ ആണ്. അവരുടെ വീട്ടുകാർ അങ്ങനെ അല്ല, അങ്ങോട്ട് നോക്കിയാൽ എനിക്കറിയില്ല അതിന്റെ നിയമങ്ങൾ അറിയില്ല, ഇവിടുത്തെ നിയമങ്ങൾ അറിയില്ല. അങ്ങനെ എന്തോ ആണ്. വലിയ ബിസിനസ്സുകാരനായിരുന്നു മയക്കുമരുന്നിന്റെ. അല്ലല്ല, അയാള് എന്തോ ട്രാപ്പിൽ പെട്ടതാണ്. ആ സത്യം അറിയാമായിരുന്നല്ലോ അല്ലെ, ട്രാപ്പിൽ പെട്ടാന്ന്. അയാള് നല്ല വ്യക്തിയാണ്. അപ്പം ആ ട്രാപ്പിൽ പെട്ടാണ് നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാൻ തയ്യാറായി? ഞാൻ ഉപേക്ഷിച്ചില്ല, വീട്ടുകാരൊക്കെ ഫോഴ്സ് ചെയ്തിട്ട്. അല്ല, വീട്ടുകാർ പലതും പറയും, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോഴും എന്നോട് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ്, അദ്ദേഹം നല്ല മനുഷ്യനാണ്, ട്രാപ്പിലോട്ട്. അത് നമ്മളല്ലേ സ്വയം തീരുമാനിക്കും, എനിക്ക് അയാളുടെ കൂടെ തന്നെ ജീവിക്കണം. അതെ, പക്ഷെങ്കില് അന്ന് ഞാൻ ഇത്ര ബോൾഡ് അല്ല, ഇന്ന് ഭയങ്കര ബോൾഡ് എന്നല്ല പറയുന്നത്. പക്ഷെ അന്ന് നമുക്ക് നമ്മളെ പാരന്റ്സ് അവർ പറയുന്നതെന്ന് വെച്ചാല്, ഇന്ന് നിന്റെ ചെറിയ ഏജ് ആണ്, അയാൾ 10 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ, പിന്നെ ചെറിയ ബേബിയാണ്, 3 മാസമുള്ള ബേബിനെ പ്രസവിച്ച ഉടനെയായിരുന്നു സംഭവം നടന്നത്. അപ്പോ നീ അങ്ങനെ അവനെ വിചാരിച്ചിരിക്കുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ഇതാക്കാൻ പറ്റില്ല, നീ എന്തായാലും അവനെ ഒഴിവാക്കണം, എന്നിട്ട് വേറെ കല്യാണം കഴിക്കണം, എന്താ പറയണ്ടേ, ഞങ്ങളൊക്കെ ഒരു കാലം വരെ ഉണ്ടാവും പാരന്റ്സ്, ഞങ്ങൾക്കൊക്കെ എന്താ പറ്റിയ, നിന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല, നീ ഒറ്റപ്പെട്ടു, നീ ഒരു ചെറിയ മോളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് മീൻസ് അത് എന്താ പറയാ, അവര് അത്രയും കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ചെയ്ത തെറ്റാണ്, അതിനോ എനിക്കറിയാം, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. മനസ്സിൽ ഇപ്പോഴും അദ്ദേഹത്തോടുള്ള ഇഷ്ടം? ഇഷ്ടമുണ്ട്, നല്ല വ്യക്തിയാണ്. ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ നേരിട്ട് കാണുമോ? അല്ല, അതൊന്നും എനിക്കറിയില്ല. അല്ല, ഇനി നമുക്ക് ഇപ്പൊ നേരത്തെ അന്ന് നമ്മൾ അത്രയും പ്രായം കൊണ്ട് പക്വതയില്ല, ഇപ്പൊ പക്വത ഉണ്ടായി, എനിക്ക് കാണണം എന്ന് സ്വയം തീരുമാനിക്കാം. ഇപ്പോഴും അയാള് മോളെ വിളിക്കാറുണ്ട് ജയിലിൽ നിന്ന്, നേനുസിനെ വിളിക്കാറുണ്ട്. നേനു ഇപ്പൊ LKG പഠിക്കുക, ചെറിയ മോളാണ്, 4.5 വയസ്സായി. സംസാരിക്കില്ല? സംസാരിക്കാറുണ്ട്, ജയിലിൽ നിന്ന് വിളിക്കുമ്പോൾ സംസാരിക്കും. മനസ്സുകൊണ്ട് ഇപ്പോഴും ഇഷ്ടം അദ്ദേഹത്തിന്റെ അടുത്ത്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ജാഫറിനെയാണ് ഇഷ്ടം അല്ലെ? അല്ല, ഇഷ്ടമാണ് എന്റെ അടുത്ത്, അങ്ങനെ എന്താ പറയാ, ഇഷ്ടക്കുറവൊന്നും ഇല്ല എനിക്ക്. ഞാൻ അതുകൊണ്ട് ചോദിച്ചു, ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയാലും നമുക്ക് കാണാൻ ഏറ്റവും താല്പര്യം ഉണ്ടാവില്ലേ? അതിന് വീട്ടുകാരുടെ അനുമതി വേണം. നമുക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ ഇപ്പൊ കഴിയുന്നുണ്ട്, സ്വന്തം കാലിൽ നിൽക്കുന്നു, നമ്മൾ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു, സ്വന്തമായി പല ജോലികളും ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെ, ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്കൊരു തീരുമാനം, എനിക്ക് എന്റെ ഹസ്ബൻഡ് ജയിലിൽ നിന്ന് എന്റെ മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള ആളാണ്, എനിക്ക് കാണണമെന്നൊരു ആഗ്രഹം എന്തുകൊണ്ട് പ്രകടിപ്പിക്കുന്നില്ല? അല്ല, പ്രകടിപ്പിക്കാനിട്ടല്ല, എന്തായാലും കാണുമല്ലോ. മീൻസ് അല്ല, തുറന്നു പറഞ്ഞില്ല എന്നോട്, കാണുമെന്ന് പറഞ്ഞില്ല, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു, അത് കാണുമെന്നാണ് എന്റെ പേര്. അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എന്താ, മേ ബി ഇൻഷാ അല്ലാഹ് കാണുമായിരിക്കും. ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മൾ പറയണം, കാരണം നമുക്ക് ജീവിച്ചിരിക്കോ മരിക്കോ അതല്ല അപ്പൊ നമ്മൾ കാണും. ആക്ച്വലി ഞാനിപ്പോ വേറെ ആളുടെ വൈഫാണ്, ഡിവോഴ്സ്ഡ് അല്ല, ഞാൻ രണ്ടാമത് വേറെ കല്യാണം കഴിച്ചു. അതെനിക്കറിയാം, അതിലേക്ക് വരുന്നുള്ളൂ. ആദ്യ വിവാഹത്തിലെ ആളെ നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ എന്നോട് പറഞ്ഞ രീതിക്ക് അദ്ദേഹത്തിനുള്ള ഇഷ്ടവും അദ്ദേഹത്തെ ഒരു ട്രാപ്പിൽ പെടുത്തിയതാണെന്ന് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വീട്ടുകാരുടെ നിർബന്ധത്തിൽ വഴങ്ങി നമ്മൾ വേണ്ടാന്ന് വെച്ച ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ വിവാഹം ചെയ്തു അല്ലെ? അദ്ദേഹത്തിന് എന്താണ് ബിസിനസ്? അവര് റിവോളിയില് വർക്ക് ചെയ്യാ. അത് ആര് വീട്ടുകാർ സെലക്ട് ചെയ്ത് തന്ന കല്യാണമാണോ? അല്ല, അവരെ പ്രപ്പോസൽ വന്നതായിരുന്നു. മീൻസ് നല്ല ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് ആണോ? അങ്ങനെ ലവ് മാരേജ് അല്ല, അവരെ പ്രപ്പോസൽ വന്നു, നല്ല ഫാമിലി ആണ്, അങ്ങനെ ബഹ്റൈനിലാണ് അവരെല്ലാരും, ബഹ്റൈനിലേക്ക് കല്യാണം കഴിച്ചു. ഇപ്പൊ എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള ജീവിതമല്ല മുന്നോട്ട് പോകുന്നത്, അതോ അതും ഞങ്ങള് സെപ്പറേറ്റഡ് ആണ്? എന്താണ് അവിടെ, എന്താണ് ഒരെണ്ണം കഴിഞ്ഞ് അത് ആളുകളുടെ മുമ്പിൽ ചോദിച്ചിട്ടാണ് അല്ലെ? ആളുകൾ അത് താങ്കളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ്. ആളുകൾ പോയി ചോദ്യം, ഈ പെൺകുട്ടി ഒരു കല്യാണം കഴിഞ്ഞു. ഞാൻ ആക്ച്വലി ഇവിടെ ഇപ്പൊ ദുബായില് എല്ലാരും കൂടി എന്നെ 10 കല്യാണം കഴിപ്പിച്ചു. കാരണം ഞാൻ ആക്ച്വലി 2 കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ പുറത്ത് ഗോസിപ്പൊക്കെ ഇങ്ങനെ വരും. ഞാനിപ്പോ ഒരാളെ കൂടെ ഫോട്ടോ ഇട്ട് അതെന്റെ കമന്റ് വരും, ഇത് 4ാമത്തെ ഹസ്ബൻഡാണോ 3ാമത്തെ ഹസ്ബൻഡാണോ, അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരിക. പിന്നെ എന്താ പറയാ, ഇവരൊക്കെ കൂടിയിട്ട് ടിക്ടോക്ക് ഇങ്ങനെ ഇവരൊക്കെ കൂടിയിട്ട് കുറെ കല്യാണം കഴിച്ച രീതിയിലൊക്കെ കമന്റ് ഉണ്ടാവും. മീൻസ് ആകെ ഞാൻ 2 കല്യാണം കഴിച്ചുള്ളൂ. ആദ്യത്തെ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ആളുടെ ഡ്രഗ്സ് കേസിൽ അറസ്റ്റ് ആയതുകൊണ്ട് എന്തായാലും വീട്ടുകാർ നിർബന്ധത്തിൽ വഴങ്ങി കല്യാണം അതിൽ നിന്ന് പിന്മാറി. ഇപ്പോഴും മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ട്. രണ്ടാമത്തെ കല്യാണം വീട്ടുകാരെല്ലാരും ആലോചിച്ച് ഖത്തറിലുള്ള ഒരാളുമായിട്ട് വിവാഹം ചെയ്യുന്നു, അതിൽ നിന്നും വേർപെട്ടു. അതിനെന്താണ് കാരണം? ഖത്തറിലല്ല, രണ്ടാമത്തെ ബഹ്റൈനിലാണ്. സോറി, മറ്റേ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് മാറാനുള്ള കാരണം?
അത് ഇവിടെ പറയണ ഇന്റർവ്യൂല് പേഴ്സണലാണെങ്കിൽ പറയണ്ട കേട്ടോ, ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയമാണ് ഈ പറയുക. ഞാൻ ഉള്ളിലേക്ക് ഇറങ്ങി മന്തി എടുത്തു നല്ല ഇഷ്ടത്തിൽ തന്നെ പോയതായിരുന്നു. ആളെ പിന്നെ കുറച്ച് വേറെ ലേഡീസ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ പിടിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ ബഹ്റൈൻ നാട്ടിലോട്ടേക്ക് വന്നു. പുള്ളിയുടെ അല്ലെ, പുള്ളിയുടെ കയ്യിൽ നിന്നുണ്ടായ തെറ്റ് നമ്മൾ നേരിട്ട് ഫോട്ടോസും വീഡിയോസും കണ്ടുകൊണ്ട് നമ്മളെ ചതിക്കുന്ന പോലെ ഉള്ള ഒരു വ്യക്തി. ഞാൻ രണ്ടാമത്തെ ആളെ ജെന്യൂൻ ആയിട്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. നല്ല ഇഷ്ടത്തിൽ തന്നെ മുമ്പോട്ട്. ജീവിതത്തിൽ ഭയങ്കര ചതി കിട്ടുന്നു അല്ലെ? അതെ, അല്ല മാരേജ് ലൈഫ് മാത്രം എന്റെ ലൈഫിൽ എന്താ പറയാ ഫ്ലോപ്പ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. കാരണം ഞാൻ പേജ് വരെ പഠിച്ചത് മീൻസ് PG വരെ എന്നെ വീട്ടുകാർ വളർത്തിയെന്ന് വെച്ചാൽ ഞാൻ ഒരു മോളാണ്, എനിക്ക് 2 ബ്രദേഴ്സ് ആണ്. പക്ഷെ സങ്കടം എന്താ ഞാൻ അറിഞ്ഞിട്ടില്ല. മീൻസ് എനിക്ക് ഞാൻ പറയുന്നില്ല വാങ്ങിച്ചു തരും, അത്ര എന്നെ ഇഷ്ടത്തിലാണ്. പേരൻസ് ആണെങ്കിലും ഞാൻ ജനിച്ചു വളർന്ന നല്ലൊരു ഫാമിലി ഇതാണ്. അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ നല്ല ഇതായിട്ട് നല്ല സ്നേഹത്തിൽ വളർന്ന് അങ്ങനെ നിന്നത്. പക്ഷെ ആഫ്റ്റർ മാരേജ് ലൈഫ് ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മാരേജ് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ, പിന്നെ രണ്ടാമത്തെ ഇത് വന്നപ്പോൾ കുറച്ച് സങ്കടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഓക്കെ, ഹാപ്പിയാണ്. സിംഗിൾ മൂം, ഇപ്പൊ ഒന്നും ഇതാണ് അടിപൊളി ലൈഫ്. ഇപ്പൊ ടെൻഷൻസ് ഒന്നും ഇല്ല. നമുക്കൊരു കൂട്ടാളി വേണ്ടേ, നമ്മള് എല്ലാവരും പ്രായമാവും അല്ലെ, നമുക്കൊരാൾ വേണ്ട. എന്നും വാപ്പയുടെ ഉമ്മയുടെ തണലിൽ ജീവിക്കാൻ പറ്റില്ല. ഇല്ല, ഇപ്പൊ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് പ്രൗഡ്, അത്യാവശ്യം ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് എന്റെ മക്കളെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്റെ ഹസ്ബൻഡൊന്നും എന്റെ മക്കളെ കാര്യം നോക്കില്ല. ആദ്യത്തെ ഹസ്ബൻഡ് ജയിലായതുകൊണ്ട് അവർക്ക് നോക്കാൻ പറ്റില്ല. മീൻസ് രണ്ടാമത്തെ ഹസ്ബൻഡ് ആണ് ഇന്നുവരെ കുട്ടീനെ കണ്ടിട്ടില്ല. 2 കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്. രണ്ടാമത്തെ ഹസ്ബൻഡ് ഇന്നുവരെ കുട്ടീനെ കണ്ടിട്ട് പോലും ഇല്ല. മോൾക്ക് 3 വയസ്സായി കഴിഞ്ഞ വീക്ക്. കാണണമെന്ന് പോലും തോന്നിയിട്ടില്ല. ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ലേ കാണാൻ വരാത്തത്? ഇല്ല, ഇതുവരെ ഒന്നുമില്ല. ആദ്യത്തെ ഹസ്ബൻഡാണ് വിളിക്കുന്നത്. ആദ്യത്തെ ഹസ്ബൻഡ് മോളെ വിളിക്കാറുണ്ട്. സത്യസന്ധമായ സ്നേഹം അദ്ദേഹത്തിനാണ് ഉണ്ടായിരുന്നതെന്ന് ഇപ്പൊ വിശ്വസിക്കുന്നു. അങ്ങനെ നമുക്ക് തോന്നും. എന്തായാലും ഒരു സ്വന്തം കുട്ടീനെ, ഓക്കെ, ഞാനും ഹസ്ബൻഡ് തമ്മിൽ ഹസ്ബൻഡ് ഇഷ്യൂ കാരണമാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. എന്റെ ഈ ഫോണിൽ ഇപ്പോഴും പ്രൂഫ് എല്ലാം ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം എന്നിട്ട് പോലും അവര് ആ മോളെ പ്രഗ്നന്റ് ആയ ടൈമിലാണ് ഈ ഒരു ഇഷ്യൂ നടക്കുന്നത്. എന്നിട്ട് ആ കുട്ടീനെ ഇന്നൊരാൾ കണ്ടിട്ടില്ല. അത് എനിക്ക് തോന്നില്ല നല്ലൊരു ഫാദറിന് ഒരിക്കലും സ്വന്തം കുട്ടീനെ കാണാണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. നിയമപരമായിട്ട് വേർപെട്ടോ? ഇല്ല, സെപ്പറേറ്റഡ്. ഒന്നും നിയമപരമായിട്ടൊന്നും അല്ല, അത് നിയമപരമായിട്ട് വേണ്ടേ നമുക്ക് നമ്മുടെ ഭാവിയിൽ അത്രയും ഒരു കാര്യത്തിലേക്ക് പോകണ്ടേ? നമ്മൾ ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ മതപ്രകാരമാണെങ്കിൽ നമുക്ക് തലാഖ് കാര്യമുണ്ട്. നാട്ടില് പിന്നെ കുറച്ച് നിൽക്കണം, കോർട്ട് അങ്ങനെ. അതുകൊണ്ട് ഇപ്പൊ ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോവാ. ഈ രണ്ടാമത്തെ സ്വയം വേണ്ടാന്ന് വെച്ചാണ് വീട്ടുകാർ അതിലും നിർബന്ധിച്ചു? നമ്മൾ തന്നെയാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഇത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടം പോയി. കാരണം ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. എന്നെ ചതിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്നേഹിക്കാൻ. വീട്ടുകാരോട് പറഞ്ഞു? ഞാനപ്പോ തന്നെ ഞാൻ സൂയിസൈഡ് ഒക്കെ ചെയ്യാൻ നോക്കിയത് ആ ടൈമിൽ. അത് പിടിച്ചപ്പോ. എത്ര വർഷം ആത്മഹത്യ? അങ്ങനല്ല, ആ ടൈമില് സത്യം പറഞ്ഞ കയ്യിന്ന് പോയി. കാരണം ഞാൻ പ്രയാസമായി. അത്രയും ജെന്യൂൻ ആയിട്ട് ഞാൻ ആളെ സ്നേഹിച്ചു. കാരണം രണ്ടാമത്തെ ആളെയൊക്കെ മറന്ന്, അല്ല ആദ്യത്തെ ഹസ്ബൻഡൊക്കെ മറന്ന് രണ്ടാമത്തെ ഹസ്ബൻഡ് ഞാൻ ജെന്യൂൻ ആയിട്ട് അത്രയും ഇഷ്ടപ്പെട്ടതാ. എന്നിട്ട് പോലും ആൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് സിൻസിയർ എല്ലാം തോന്നിയപ്പോ, കാരണം ഞാൻ എന്താ പറയാ, എന്റെ ഹസ്ബൻഡ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അവരവരെ ഹസ്ബൻഡ് നമ്മള് മാത്രമായിരിക്കണം ഭയങ്കര പൊസസീവ് ആയിരിക്കും. ഞാനും അതുപോലെ തന്നെ ഭയങ്കര പൊസസീവ്. അതെ, ഞാൻ ഒരിക്കലും ഹസ്ബൻഡ് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ പെൺകുട്ടികളായിട്ടുള്ള റിലേഷൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഫോണിൽ നിന്ന് കണ്ടു. പിന്നെ കുറച്ച് എന്താ പറയാ, കുറച്ച് സംഭവങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കുറച്ച് ഇപ്പൊ പറയാൻ പറ്റില്ല. വളരെ തീർച്ചയായിട്ടും അത് നമുക്ക് പറയണമെന്നില്ല. ഈ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ട് അത് അപ്പൊ കുട്ടികളുടെ മുഖം നമ്മുടെ ഫ്രണ്ടിൽ വന്നില്ലേ? ഒരു മോളെ ഉണ്ടായിരുന്നു നേനുസ് ആ ടൈമില്. മറ്റേ മോളെ പ്രഗ്നന്റ് ആയിരുന്നു. നേനു മമ്മി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടായത്. ഒറ്റയ്ക്ക് വീട്ടിൽ വെച്ചാണ് അവിടെ ബഹ്റൈനിലായിരുന്നു ഞാൻ. ബഹ്റൈനില്. അപ്പൊ മമ്മി എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ വെച്ചാൽ എന്തിന് നമ്മളെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടിട്ട് നമ്മള് മരിക്കുന്നത്? നമ്മളെ ഇഷ്ടപ്പെടുന്നത് നമ്മളെ ഉമ്മ, ഉപ്പ, എന്റെ ഏട്ടൻ, അനിയന്, എന്റെ കുട്ടി. അപ്പൊ അവർക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു നഷ്ടവും ഇല്ല എന്റെ ഹസ്ബൻഡിന്. കാരണം എന്ന് വെച്ചാല് എന്റെ ഹസ്ബൻഡിന് വേറെ പെണ്ണ് കിട്ടും, ഓക്കെ, അവനക്ക് അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്റെ പാരന്റ്സിനായിക്കോട്ടെ, എന്റെ ഇക്കാക്കായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, എന്റെ മോൾക്കായിക്കോട്ടെ, അവർക്ക് ഒരിക്കലും എന്നെ പോലെ ഒരു പെങ്ങളോ ഒരു മോളോ അല്ല ഒരു ഉമ്മയോ അവർക്ക് ഒരിക്കലും കിട്ടില്ല. 100% അപ്പൊ അന്നേരം ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, ഞാൻ മരിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കാം അവനിക്ക്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് അന്ന് ആ കേക്കിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്. എനിക്ക് മീൻസ്
എന്റെ ഉപ്പാനെ ഇനിയും ബുദ്ധിമുട്ടിക്കരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മളെ ഉപ്പമാരെ അത്രയും, എന്റെ ഉപ്പ ഖത്തറിൽ ഇപ്പോഴും വർക്ക് ചെയ്യും. അപ്പോൾ ചെറിയ പ്രായത്തിലെ എനിക്ക് തോന്നുന്നത് 18 വയസ്സായപ്പോൾ ഉപ്പ ഖത്തറിൽ പോയിട്ട് നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഇന്ന് വരെ നമുക്കൊരു വിഷമം, ഇന്ന് വരെ എനിക്കായിക്കോട്ടെ, എൻ്റെ ഏട്ടന്മാർക്കായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, എന്ത് പറഞ്ഞാലും വാപ്പ വാങ്ങിച്ചു തരും. അപ്പൊ അത്രയും നല്ല രീതിയിൽ വാപ്പ ട്രീറ്റ് ചെയ്യും. അപ്പൊ ഇനിയും വാപ്പാനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിയിൽ ഒരാളെയും ബുദ്ധിമുട്ടിക്കാണ്ട് നോക്കാം. അങ്ങനെ കേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരിക്കലും കേക്ക് ഇത്ര സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ നല്ല രീതിയിൽ സക്സസ് ആയി. ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടി. പിന്നെ ഒരുപാട് ഓർഡേഴ്സ് വരാൻ തുടങ്ങി. 4-5 ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഡെലിവറി തുടങ്ങി. ലോക്ക്ഡൌണിന്റെ ടൈമിലായിരുന്നു. അപ്പോൾ അങ്ങനെ വൈറലായത് കേക്കിന്റെ ഇതില്. അപ്പൊ അത്യാവശ്യം ഏൺ ചെയ്തു, മക്കളൊക്കെ നോക്കാൻ തുടങ്ങി. പിന്നെ ഹാപ്പിയായി. അല്ല, ഈ കണ്ണ് പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ആളുകളുടെ മുമ്പിലേക്ക് എത്തി നമ്മള്. അല്ല, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമം. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമില് ആ ഒരു ഇഷ്യൂ നടന്നില്ല, രണ്ടാമത്തെ ഹസ്ബൻഡ്. അന്നേരം പിന്നെ ഇപ്പൊ നമ്മളെ ഫാമിലിയിൽ കല്യാണോ അങ്ങനെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ ആ ടൈമിലൊന്നും ഞാൻ പോയില്ല. എനിക്ക് പോവാത്തെന്ന് വെച്ചാല് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുക, എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് അങ്ങനെയാ, രണ്ടാമത്തെ ഹസ്ബൻഡ് മീൻസ് എന്തായാലും സമൂഹത്തില് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ എന്തായാലും കുറ്റപ്പെടുത്തൽ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും മാക്സിമം ആൾക്കാരുള്ള ഫംഗ്ഷനിൽ എടുത്തൊന്നും ഞാൻ പോയില്ല. അപ്പൊ ഉമ്മ ഇങ്ങനെ പറയുന്നത് എന്ത് പോവാതെ, അമ്മ എനിക്ക് ചോദിക്കുമ്പോൾ താങ്ങാൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ആദ്യത്തെ ഇങ്ങനെയാണ്, രണ്ടാമത്തെ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യണം, എന്നാലും പറയാം നല്ല പാവം, എന്തിനാ അവൾ ആത്മഹത്യ ചെയ്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഇഷ്യൂല് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുത്തിയുള്ളൂ, ഗേൾസിനെ പ്രത്യേകിച്ച് ഒറ്റപ്പെടുത്തിയുള്ളൂ. അപ്പൊ വലിയൊരു ജീവിത ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അല്ലേ? അന്ന് ആ ഒരു ടൈമിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മരിക്കണം. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി, അപ്പുറം ഹാപ്പി ഇല്ല സത്യം പറഞ്ഞാൽ. ഇന്ന് ഞാൻ ഭയങ്കര പ്രൗഡ്, എന്റെ കാര്യത്തിൽ തന്നെ ഭയങ്കര പ്രൗഡ്. ഇന്ന് അത്യാവശ്യം ഞാൻ ഏൺ ചെയ്തു നല്ല രീതിയിൽ. എന്റെ മക്കളെ ഭാവിയിൽ എഡ്യൂക്കേഷൻ പോലെ ഞാൻ ഇന്നിപ്പോ എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ മക്കള് ഒരാളെ മുമ്പിൽ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയും ഞാൻ 2 മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയ കാലയളവിൻ്റെ ഉള്ളിൽ. അതാ പറഞ്ഞ ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മള് എന്താ പറയാ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു സൈഡ് ഉണ്ടാവും, സന്തോഷം. അന്ന് ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ദൈവം തരും, ഉറപ്പായിട്ടും. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ, അത്രേ ഉള്ളൂ. അന്ന് സങ്കടപ്പെട്ടതിന് ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഈ സങ്കടങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കിയിട്ടുകൊണ്ടാണല്ലോ ആളുകളുടെ മുമ്പിൽ പോയി ചെയ്യാവുന്ന, നമ്മള് ടിക്ടോക്ക് ആണെങ്കിൽ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന ഫംഗ്ഷൻ പോകുമ്പോൾ നമ്മൾ ഹാപ്പിയായ മുഖത്തോടി. ഞാൻ ഇതുവരെ അസ്ലമിനെ ഇങ്ങനെ കരഞ്ഞു പോകാൻ കണ്ടിട്ടില്ല. ഞാൻ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ ചിരിച്ചു. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ്ലിയാണ് ഞാൻ ഇതൊക്കെ പറയാൻ തുടങ്ങി. ഇതുവരെ ഞാൻ എല്ലാം ഹൈഡാക്കി വെച്ചിട്ട് ഒന്നും ആരുടെ അടുത്ത് പറയലുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ റീസെന്റ് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ രണ്ടാമത്തെ ഹസ്ബൻഡ് പറഞ്ഞു അവള് ഫിലിമിലേക്ക് പോയപ്പോ അവളെ എന്നെ ഒഴിവാക്കിയതാണ്, അവൾക്ക് വേറെ അഫെയർ ഉണ്ട്, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോ ഞാൻ പിന്നെ എന്തിനിപ്പോ നമ്മളൊരു തെറ്റും ചെയ്യാണ്ട് നമ്മളെന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു, വീണ്ടും എന്തിനു സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം, എന്താ ഓപ്പൺ ആയിട്ടുള്ള നമുക്ക് പറയാം. കാരണം അവരത് വേറെ എന്തൊക്കെയോ ഫേക്ക് ആക്കിയിട്ട് പറയുന്നു. അവളിപ്പോ വലിയ സെലിബ്രിറ്റി ആയപ്പോ എന്നെ ഒഴിവാക്കിയതാണ് അങ്ങനെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല നടന്നത്. ബഹ്റൈനിൽ ഈ ഒരു ഇഷ്യൂ നടന്ന് അതിന്റെ എല്ലാ പ്രൂഫും എന്റെ ഈ ഫോണിലുണ്ട്. അതിനുശേഷം ഞാൻ നാട്ടിലോട്ടേക്ക് വന്നത്. എല്ലാവർക്കും അറിയാം, എന്റെ ഫാമിലിക്ക് അറിയാം, അവരെ ഫാമിലിക്ക് അറിയാം സത്യാവസ്ഥ. ഇനിയിപ്പോ നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് പോകണം പിന്നീട് അല്ലേ? അതിനെപ്പറ്റി ഞാൻ ഇപ്പൊ ഒന്നും ചിന്തിക്കുന്നില്ല. വീട്ടുകാരൊക്കെ ആലോചിച്ച് ചെയ്യട്ടെ അല്ലേ? അതൊക്കെ അവര്. ഇപ്പൊ ജീവിതം എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ എന്താ പറയണ്ടേ, ഇപ്പൊ പുറത്തുള്ളവർക്ക് ഭയങ്കര ഹാപ്പി. എല്ലാവരും വന്ന് സെൽഫി എടുക്കും സുവൈബത്തുൽ അസ്ലമിയിലെ വെച്ചിട്ട്. കാരണം എന്റെ പേര് ഒരാൾക്കും മീൻസ് ഞാനൊരു 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ ഒരാൾക്ക് എന്റെ പേര് മനസ്സിലായില്ല. ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും ഇറ്റ്സ് മീ സുവൈബത്തുൽ അസ്ലമിയിലെ എന്ന് പറഞ്ഞിട്ട് വന്ന് സെൽഫി എടുക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. അന്ന് അപ്പൊ ഞാൻ വിചാരിക്കാം, അന്ന് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഇല്ല, മീൻസ് കുറച്ചു പേര് ഇങ്ങനെ സങ്കടം പറയും തീർന്ന്. പക്ഷെ ഇന്നെന്താ ഇപ്പൊ എന്റെ മക്കൾക്കൊക്കെ എന്താ പറയണ്ടേ, മീൻസ് അന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് മക്കൾ ആരും നോക്കാനുണ്ടാവില്ല. പിന്നെ അത്യാവശ്യം മക്കൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കി വെച്ചു. അൽഹംദുലില്ലാ ഹാപ്പിയാണ്. ജീവിതം അവസാനിപ്പിക്കാൻ പോയത് പുനർജന്മമാണ്. അതെ അതെ അല്ലെ? ആ പുനർജന്മം എന്റെ മോൾ ആ ഒറ്റ വിളിന്നാണ് ഞാൻ പിന്മാറിയത്. മോൾക്ക് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? മോൾക്ക് അന്ന് 1 വയസ്സ്. ചെറിയ മോളാ. മമ്മീന്ന് അങ്ങനെ തുടങ്ങുന്ന ആള് സംസാരിക്കാൻ. ഞാൻ ഇങ്ങനെ ഉറക്ക വാതിൽ അടച്ചിട്ട് വാഷ്റൂമിന്റെ വെയിൻ കട്ടിയാൻ പോയതാ. അപ്പൊ ഈ മമ്മി എന്ന് പറയാം, അവർക്ക് അറിയില്ല എന്താ ചെയ്യുന്നൊന്നും അറിയില്ല. പക്ഷെ കുട്ടികള് വാതിലടച്ചു കഴിഞ്ഞാൽ കരയൂലേ. അപ്പൊ ഒറ്റ വിളിയില് പെട്ടെന്ന് എന്താ മൈൻഡ് മൊത്തം മാറി. പിന്നെ ഉമ്മ, ഉപ്പ, അക്കാക്ക, അനിയന് ഇവരെല്ലാം ഓർമ്മ. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡിൽ ഉണ്ടായത്. ആ ഫോട്ടോ വീഡിയോസ് കണ്ടപ്പോൾ അതെ അതെ ഒരാള് നമ്മളെ വിളിച്ചാൽ അതിൽ നമ്മൾ പിന്തിരിയുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പോലീസും ഡോക്ടേഴ്സും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. ഒന്ന് നമ്മള് ആ ഒരു വീഡിയോ കണ്ടപ്പോ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. പിന്നെ എനിക്ക് എന്നെ തന്നെ എന്റെ ഓർമ്മയുണ്ടായിരുന്നില്ല, എന്താ ഞാൻ ചെയ്യുന്നത് പോലും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല.
കാരണം പെട്ടെന്ന് എന്തൊക്കെയോ മൈൻഡ് മൊത്തം ഒരു ബ്ലാങ്ക് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ദുബായില് ശരിക്കും അറിയപ്പെടുന്ന ഒരു വലിയ താരമാണ് അല്ലെ? നമുക്കൊരു സിനിമ സെലിബ്രിറ്റി വരുന്നതും താങ്കൾ വരുന്നതും ഒക്കെ ഒരേപോലെ തന്നെയാണ് ഇപ്പൊ അല്ലെ? വലിയ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അതേപോലെ ഒത്തിരി ഉദ്ഘാടനങ്ങൾ. ഒരുപാട് ഇനാഗ്രേഷൻ. ഞാനൊരു ഫുട്ബോൾ ടൂർണമെന്റ് ഇനാഗ്രേഷൻ ഞാൻ ഒരു വീഡിയോ ഉണ്ട്. അതൊരു ഗ്രൗണ്ടിലോ വലിയ 19.8 million അടിച്ചത്. അതെ അതെ, ഞാനൊക്കെ കണ്ടു. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഫുട്ബോളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്. അപ്പം അത്ര ആരാധകരുണ്ട്, അതുകൊണ്ടാണ് അത്രയും വലിയൊരു ഫംഗ്ഷനിൽ കൊണ്ടുപോകുന്നത് അല്ലേ? ഇപ്പം റേറ്റ് പറഞ്ഞാണ് മേടിക്കണേ ഈ ഇനാഗ്രേഷൻ ഒക്കെ? ഇനാഗ്രേഷൻ എത്ര രൂപ വാങ്ങുന്നത്? പറയണോ? അല്ല, കൂട്ടി മേടിച്ചു തരാം. ഇന്റർവ്യൂ കാണുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട്. ഇവിടുത്തെ ഒരു സാധാരണ ഒരു ജോലി 5 മാസം 6 മാസമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളേക്കാൾ അധികം എമൗണ്ട് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അത് ഏത് മേഖല ജോലി ചെയ്യുന്ന ആൾക്കാർ? അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നോർമൽ ആയിട്ടുള്ള ഒരു ആൾക്കാർ നമുക്കറിയാലോ, ഇവിടെ നോർമൽ എല്ലാവർക്കും അറിയാം സാലറി എത്ര. അതൊരു 5-6 മാസം ഒരു ജോബ് ചെയ്യുന്നത് ഞാൻ ഒരൊറ്റ പ്രൊമോഷൻ വാങ്ങിക്കുന്നുണ്ട് ഇപ്പൊ. ഒരു ദിവസം എത്ര പ്രൊമോഷൻ കിട്ടാറുണ്ട്? ഒരു ദിവസം അങ്ങനെ പറയാൻ പറ്റില്ല. മാസത്തിൽ എത്ര പ്രൊമോഷൻ ചെയ്യും? മാസത്തിൽ അത്യാവശ്യം ഉണ്ട്. 10 പ്രൊമോഷൻ. അതിലൊക്കെ അധികം പ്രൊമോഷൻസ്, ഇനാഗ്രേഷൻ. ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ മക്കള് രണ്ടാൾക്കും ഭാവിയിൽ ഒരു MBBS അവർക്ക് എന്താവണം എനിക്കറിയില്ല, എഞ്ചിനീയർ എന്ത് ജോബ് ആണെങ്കിലും അത് അവർക്ക് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. 2 മക്കൾക്കും, നെനൂസിനും നിലൂസിനും. കുട്ടികളുടെ പേരിലാണോ കൊണ്ടെടുത്തിരിക്കുന്നത്? അതോ അതൊക്കെ ഇവിടെ പറയണം. അതൊന്നും ഞാൻ പറയില്ല എങ്ങനെയാണ്. മിസ് 2 ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോ വീട്ടിൽ പൈസ കൊടുക്കേണ്ട സാഹചര്യം ഒന്നുമില്ല. വീട്ടിൽ അത്യാവശ്യം നല്ല ഫാമിലിയാണ്, പൈസ കൊടുക്കേണ്ട സാഹചര്യം വലിയ ഫാമിലിയാണ്. മീൻസ് അങ്ങനത്തെ പൈസേന് ബുദ്ധിമുട്ടൊന്നും ഉള്ള ഫാമിലി ഒന്നല്ല. അത്യാവശ്യം ഈ ദുബായില് ഇവിടെ മാത്രമേ നാട്ടില് ഇനാഗ്രേഷൻ കിട്ടാറുണ്ട്? നാട്ടിൽ ഇഷ്ടംപോലെ. നാട്ടിലൊക്കെ ഇപ്പൊ റീസെന്റ് നമ്മുടെ നാട്ടിൽ തന്നെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒക്കെ ഇനാഗ്രേഷൻ ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. നാട്ടില് ഇനാഗ്രേഷൻ പ്രൊമോഷൻ ഒക്കെ വിളിക്കാറുണ്ട്. ഈ നമ്മുടെ ഒരു ഡ്രസ്സിംഗ് രീതി അല്ലെ, നമ്മളെ ഒരു സംസാര രീതി, നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്ന രീതി, ഇതൊക്കെ ഒരു മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ അല്ലെ വലിയ രീതിക്ക് സൈബർ അറ്റാക്ക് ഉണ്ടായി കാണും. മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ സാധാരണ എല്ലാവരും മുസ്ലിം പെൺകുട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് അതെങ്ങനെയാണ് തരണം ചെയ്തു പോയത്? അതെന്ന് വെച്ചാല് ആദ്യം ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഞാൻ. ഇൻസ്റ്റഗ്രാമിൽ വെച്ചാൽ ഫുള്ള് തീ പറക്കുന്നതും ലവ്, മുത്തേ, കർളെ, ഈ പൊളിയാണ്, സംഭവമാണ്, ലേഡീസ് സൂപ്പർ സ്റ്റാർ, അങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഉണ്ടാവും ഇൻസ്റ്റഗ്രാമിൽ. ഫേസ്ബുക്കിലാണ് സഹിക്കാൻ പറ്റാത്ത കമന്റ് ഉണ്ടാവുക. അതേപോലെ തന്നെ ടിക്ടോക്കോ. ഈ 2 പ്ലാറ്റ്ഫോമിലാണ് വൺ അറ്റാക്ക്. പക്ഷെ എനിക്ക് അവരോടൊക്കെ ഭയങ്കര ഇഷ്ടം മാത്രമേ ഉള്ളൂ. കാരണം അവരാണ് എന്നെ വളർത്തിയത്. കാരണം അവര് നമ്മള് നെഗറ്റീവ് രീതിയിൽ ട്രോള് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പുറത്തുനിന്ന് നേരെ നമ്മളുടെ പ്രൊമോഷൻ ആയിക്കോട്ടെ, ഇനാഗ്രേഷൻ ആയിക്കോട്ടെ, ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നെങ്കിൽ അത് നേരെ ഡബിൾ മടങ്ങായിട്ട് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഇവിടെ ദുബായിൽ വന്ന് ഇറങ്ങിയപ്പോഴും ഇപ്പോ എന്റെ ചാർജ് എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. അന്ന് എനിക്ക് ട്രോൾ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ടിക്ടോക്ക് തുറന്നപ്പോ എനിക്ക് ആദ്യമായിട്ട് ട്രോള് വരാൻ തുടങ്ങിയത്. അപ്പോ അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കും ഉണ്ടല്ലോ ഇഷ്ടംപോലെ നെഗറ്റീവ്, എല്ലാവർക്കും ഉണ്ടാവും. ഒരു കുറച്ച് ഫെയിം ആവുമ്പോ എന്തായാലും ഈ എന്താ പറയാ, എന്തോ ഒരു ഇതുണ്ടല്ലോ, പഴഞ്ചൊല്ലുണ്ടല്ലോ, മാങ്ങയുടെ മാവിലെ കല്ലറിയുള്ളൂ. അത് എന്താ പറയാ, ചിലർക്ക് അങ്ങനെയാണ്. അസൂയ കുശുമ്പ് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. ഒരാൾ പെട്ടെന്ന് മേലോട്ട് പോകുമ്പോൾ തളർത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നോക്കിയിരിക്കലുണ്ടാവും. ഒരു സിനിമാ മേഖലയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? സിനിമയിലേക്ക് വരുന്നത് എങ്ങനെയാ? സിനിമ ഞാൻ ഷൈനുമായിട്ടൊരു മൂവി അങ്ങനെ, ഷൈൻ എന്റെ ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ മൂവിയില് ഏത് മൂവിയാണ് ചെയ്തത്? അത് അതിന് കംപ്ലീറ്റ് ആയില്ല, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് ആദ്യം ചെയ്തത്? അതാണ് ആദ്യം ചെയ്തത്. അതിന് ശേഷമാണ് നല്ല സമയത്തിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് നല്ല സമയത്ത്. ആ സിനിമ റിലീസ് ആയിട്ടില്ല? ഇല്ല, അതിന്റെ ഫുൾ കഴിഞ്ഞിട്ടില്ല. അത് ആര് ഡയറക്ട് ചെയ്തത്? അജയ്. ഓഹോ, മനസ്സിലായി. അത് തീർന്നിട്ടില്ലല്ലോ, ഇനിയുണ്ടല്ലോ ഇടയ്ക്ക് നിന്ന് പോയ സിനിമ. അങ്ങനെ അത് പിന്നെ ഉമർക്ക പിന്നെ നല്ല സമയത്തിലേക്ക് ഇതാക്കി ഹീറോയിൻ ആയിട്ട്. അത് വലിയ നല്ല സമയമായോ? നല്ല സമയമായെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ കുറച്ച് ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിലും OTT ഇപ്പൊ നല്ല രീതിയിൽ. പിന്നെ നമുക്ക് എന്താ പറയേണ്ടത്, എപ്പോഴും നമ്മളെ ഫിലിം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ എന്താ പറയാ IMDb അതിലൊക്കെ നമ്മള് വന്നല്ലോ. അത് നോക്കുമ്പോ എനിക്ക് ബെനിഫിറ്റ്സ് തന്നെയുള്ളൂ. പിന്നെ നല്ല സമയത്തോട് കൂടിയിട്ട് എനിക്കും നല്ല സമയമാണ്. വേറെ സിനിമകൾ ഓഫർ വന്നിട്ടുണ്ടോ? വേറെ സിദ്ദീഖ് സർ മൂവി പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടർ സിദ്ദീഖ് സർ. ഈ സിനിമയിൽ അഭിനയവും വലിയ രീതിക്ക് ഒരു മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു?
എന്റെ വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല, ബന്ധുക്കൾക്ക് കുറച്ച് പേർക്ക് പ്രശ്നമുണ്ടായിരുന്നു എന്നെ ഫിലിമിലൊക്കെ അഭിനയിക്കാമെന്ന്. പക്ഷെ വേറെ രസം എന്ന് വെച്ചാല്, ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടപ്പോ എന്റെ അടുത്ത് കുറച്ച് പേര് നീ എന്താ മുസ്ലിം അല്ലേ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ ഫോട്ടോ ഇടുന്ന മോശമല്ലേ എന്നൊക്കെ. പക്ഷെ അവര് എനിക്ക് ഇന്ന് ലക്ഷങ്ങൾ തന്നിട്ട് അവർ ഷോപ്പുകൾ പ്രൊമോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അത്രയേ ഉള്ളൂ. നമ്മളൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ മാറ്റി പറയും. അവരോട് അപ്പം അതിന്റെ വാശി വെച്ചിട്ടുള്ള ഇല്ല, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഞാൻ ഒരാളെടുത്തും അങ്ങനെ അങ്ങനത്തെ ഇത് പറയില്ല. നമ്മള് കാണിച്ചു കൊടുക്കുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഈ സിനിമയിലേക്ക് വരുമ്പോ ഈ കാസ്റ്റിംഗ് കൗച്ച് സിനിമയിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. കാസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് സിനിമയിൽ. ഇപ്പം കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ മിസ്സിംഗ് ഗേളിലെ സിനിമയിലെ നായിക പറഞ്ഞത്, ഒരു രാത്രി എനിക്ക് 25 ലക്ഷം കാറും തരാമെന്ന് പറഞ്ഞ് എന്റെ റൂമിൽ മുട്ടി. എന്നെ തമിഴ് സിനിമയിലേക്ക് കൊണ്ടുപോയ പട്ടാമ്പിക്കാരനാണ് അങ്ങനെ പറഞ്ഞത്, ശല്യം ചെയ്തു. അതെ, ആ സിനിമ തീർന്നവരെ ഈ പെൺകുട്ടി പ്രതികരിക്കാതെ പിന്നീട് ക്യാരവാനിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അടി കൊടുത്തത്. സിനിമാ മേഖലയിൽ അത്തരം ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പോലും വിശ്വസിക്കുന്നുണ്ട്. അതിപ്പോ എല്ലാ ഫീൽഡിലും ഉണ്ട്. അതിപ്പോ ഇവിടെയാണെങ്കിൽ ദുബായിലാണെങ്കിലും ചിലർ ജോബ് കൊടുക്കണമെങ്കിൽ ചിലർ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ മീൻസ് അത് സിനിമയിൽ മാത്രമൊന്നുമല്ല, എല്ലാ ഫീൽഡിലുള്ള സംഭവമാണ്. സിനിമ പിന്നെ കുറച്ച് കൂടുതൽ പുറത്തറിയുന്നതേ ഉള്ളൂ. മനുഷ്യന്മാർ പല ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പോ നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ എന്താ പറയണ്ട, ഉമർക്ക് ആ രീതിയിൽ ഇതുവരെ സമീപിച്ചിട്ടില്ല. സുദീഖ് സർ ആണെങ്കിലും അവരൊക്കെ സിനിമയിലുണ്ട്. മീൻസ് എനിക്ക് തമിഴില് ഒരു മൂവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് അവര് ഈ പറഞ്ഞ പോലെ നമ്മള് അവിടെ പറയേണ്ട ആവശ്യമില്ല. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതൊരു മീൻസ് ട്യൂണ് മാറുമ്പോ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ വേണ്ടാന്ന് വെച്ചു ഒരു മൂവി. ആരെങ്കിലും ഓപ്പൺ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? എങ്ങനെ? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഓപ്പൺ ആയിട്ടില്ല, ട്യൂണ് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു തമിഴ് മൂവിയില് ഇങ്ങനെ ഒരു മൂവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ എനിക്കത് ജെനുവിൻ അല്ല എന്ന് തോന്നി. ആള് ട്യൂണ് മാറിയപ്പോ പിന്നെ അത് വേണ്ട. ദുബായിൽ വെച്ച് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? മൂവിക്കല്ല, വേറെ ഉദ്ഘാടനത്തിന് പോലും? ഇല്ല, ഇല്ല, അങ്ങനത്തെ കോയിത്തരം പിന്നെ ആൺകുട്ടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, സ്വാഭാവികമാണല്ലോ. അങ്ങനെ നമുക്ക് നമ്മളെ ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം തിരിച്ചു പറഞ്ഞാൽ മതി. തിരിച്ചു മറുപടി പറയാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ ആരും നമ്മുടെ മുമ്പിൽ. പിന്നെ നമ്മള് ഇപ്പൊ ഫോൺ പ്രതികരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാല് എങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു എന്താ പറയാ, ഒരു പ്രൊമോഷന് പോയ ഒരു ഷോപ്പില്. അപ്പൊ അവര് എന്താ പറയാ, ഒരു 8 മണി ആ സമയത്തായിട്ടൊന്ന് ലൊക്കേഷൻ അയച്ച ഷോപ്പിലേക്ക്. അപ്പൊ ഞാളും കുറച്ച് ഫ്രണ്ട്സ്, അവർക്കറിയാം, വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും, നമ്മളൊക്കെ കൂടിയിട്ട് പ്രൊമോഷന് പോയത്. അപ്പൊ അങ്ങനെ ഷോപ്പ് പ്രൊമോട്ട് ചെയ്ത് നമ്മൾ തിരിച്ചു വന്നു. അപ്പൊ പിന്നീട് അവര് ഫ്രണ്ട്സിന് ആ ഒരു സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് കാണിച്ചിട്ട്, എടാ കണ്ട് അവൾ എന്നെ 8 മണിക്ക് കാണാൻ വന്നു, അതവിടെ പ്രൊമോഷൻ അവർ പറയാണ്ട്. അപ്പൊ അത് ഞാൻ വേറെ ആൾ കൂടി അറിഞ്ഞു ഇങ്ങനെ. പക്ഷെ അങ്ങനെ ട്യൂണ് മാറ്റി പറഞ്ഞതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. മീൻസ് അല്ലാണ്ട് അവരോട് പിന്നെ പ്രതികരിച്ചോ? ഞാൻ നല്ല രീതിയിൽ നമ്മൾ പോയ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടല്ലോ, അവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു. അത് എന്റെ ബ്രദർ അറിഞ്ഞു. അപ്പൊ എന്റെ ബ്രദർ അറിഞ്ഞിട്ട് ബ്രദർ എന്നെ കോളാക്കി എന്റെ അടുത്ത് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പോയ ഫ്രണ്ട്സ് ആരൊക്കെയാന്നുള്ളത് അവരെ ഞാൻ കണക്ട് ചെയ്ത് തരാം. അപ്പൊ അങ്ങനെ അവരൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ ഒരുമിച്ചിട്ടാണ് ആ പ്രൊമോഷൻ പോയത്. അപ്പൊ അവര് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, മറ്റവൻ വളച്ചൊടിച്ച് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞു. അത് നല്ല രീതിയിൽ നമ്മള് അവരെ പറഞ്ഞു. മൊത്തത്തിലൊരു ചീത്ത കുട്ടി എന്നുള്ള പേര് ചില സമയത്ത് ചില ആളുകളിൽ നിന്നും പറയലുണ്ടാവുന്നോ, ബന്ധുക്കാരുടെ അടുത്തുനിന്നോ, അവൾ അത്ര ശരിയല്ല, അവൾ ഒറ്റയ്ക്ക് ദുബായി താമസിക്കുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അങ്ങനെ പറയും മനുഷ്യന്മാരല്ലേ, എന്തായാലും കുറ്റം പറയും പെൺകുട്ടികൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ. പിന്നെ എനിക്ക് ഒന്നാമത് എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എല്ലാവർക്കും അറിയാം, ഞാൻ മണി ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ലവ് അങ്ങനത്തെ പോകുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ എപ്പോഴും മണിയാണ് കൂടുതൽ, ബിസിനസ് അങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സ്വന്തമായിട്ട് ഓൺ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, സ്കിൻ വൈറ്റനിങ് ക്രീം. ഇവിടെ ഓൾ ഓവർ UAE കൊറിയർ ഉണ്ട്. അപ്പൊ അത്യാവശ്യം അതിന്റെ ഇടയിൽ ഇതിന്റെ ടൈം ഒന്നും ഇല്ല. മറ്റുള്ളവരെ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു അത് ഞാൻ നോക്കലില്ല. അതിനെ കൊണ്ടൊരു ആവശ്യമില്ല. മീൻസ് അവരൊന്നും നമുക്ക് നമ്മളെ മക്കൾക്കോ എനിക്കോ 1 രൂപേന്റെ സാധനം വെറുതെ തരൂല. എനിക്കറിയാം, ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്കും മക്കൾക്കും എന്റെ വീട്ടുകാർക്കും ഉണ്ടാവും. അതുകൊണ്ട് ഈ പറയുന്നവരൊക്കെ നമുക്ക് ഇവര് മനുഷ്യന്മാർ അങ്ങനെയാണ്, കുറ്റം പറയാനായിട്ട് കുറച്ച് ജന്മങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇവരെ പിന്നാലെ പോയി കഴിഞ്ഞാല് നമ്മൾ എവിടെ എത്തില്ല. പിന്നെ എനിക്കിവിടെ അത്യാവശ്യം എല്ലാ രീതിയിലും വലിയ വലിയ ബിസിനസ് പേഴ്സൺ ആയിട്ട് കൊണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മളെപ്പോഴും അടിപൊളി, നീ സംഭവമാണ്, മീൻസ് നീ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ്, നീ ചെറിയ ഏജിൽ തന്നെ ഇത്രയും ഏൺ ചെയ്തു അങ്ങനെയൊക്കെ പക്ഷെ ഈ ലോ ലെവലിലുള്ള ആൾക്കാരാണ് നെഗറ്റീവ് കമന്റ്സ് ഇടുക. ഒരു പണിയും കൂലിയും ഇല്ലാണ്ട് ചുമ്മാ റൂമിൽ ഇരുന്നിട്ട് നെറ്റ് എടുത്തിട്ട്
എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുന്നു. പ്രൊഫൈൽ നോക്കിയപ്പോ ചിലപ്പം സത്യം പ്രൊഫൈൽ ആയിരിക്കില്ല. ഇല്ല, ഫേക്ക് ആയിരിക്കും. പിന്നെ ഉള്ളത് തന്നെ നമുക്ക് പ്രൊഫൈൽ കണ്ടാൽ തിരിയും. ഒരു നെഗറ്റീവായിട്ട് ട്രോളുന്ന വ്യക്തികളായിക്കോട്ടെ. ഞാനിവിടെ അതേപോലെ നെഗറ്റീവായിട്ട് ട്രോൾ ചെയ്ത വ്യക്തിക്കെതിരെ കേസ് കൊടുത്തിട്ട് ഫൈനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ അവിടെയും പോരാടി. അത്രേ ഉള്ളൂ. പോരാടുന്ന സ്ഥലത്തൊക്കെ പോരാടുന്നുണ്ടല്ലേ? അല്ല, നമുക്കിപ്പോ എന്താ പറയണ്ടേ, നമ്മളെ വെറുതെ നമ്മൾ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാല് നമുക്ക് ഇത് ദുബായ് ആണല്ലോ, കേരളം ഒന്നും അല്ലല്ലോ. ദുബായ് ജീവിതം തന്നെയാണ് സേഫ്. നമുക്ക് ഒരു പെൺകുട്ടി എന്നതിലേക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ദുബായ് ജീവിതം തന്നെയാണ് സേഫ്. കേരളത്തിലും അല്ല, കേരളത്തിൽ സേഫ് അല്ല. ഇവിടുത്തെ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമുക്ക് എന്താ സഡൻലി നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ഒരാൾക്കെതിരെ ചെയ്താൽ സഡൻലി അയാൾക്ക് ഫൈൻ വന്നു. നാട്ടിലാണെങ്കിൽ കേസുണ്ട്, പുറകെ ഒത്തിരി പോകേണ്ടി വരും. അതൊക്കെ അത്രയേ ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ദുബായിൽ തന്നെയാണ് സേഫ്. ഇവിടുത്തെ റൂൾസ് എല്ലാം കൊണ്ടും ഡ്രൈവിംഗ് ആണ് എല്ലാം. നിങ്ങൾക്ക് മനസ്സിലായില്ല, മീൻസ് എല്ലാ റൂൾസ് ഇവിടെ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ്. എത്ര വർഷമായി ദുബായില്? ഇവിടെ ഇപ്പൊ ഞാൻ 2 years ആണ്. 2 വർഷം കൊണ്ടാണ് ദുബായിയുടെ ഹൃദയം കീഴടക്കിയ ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറിയത് അല്ലേ? പെട്ടെന്നുള്ളൊരു വളർച്ച. അതെ അതെ. ടിക്ടോക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആദ്യം ടിക്ടോക്ക് ഉണ്ടായിരുന്നു ബഹ്റൈനിലുള്ളപ്പോ. അന്ന് പിന്നെ അങ്ങനെ പോസ്റ്റ് ചെയ്യില്ല. ഞാൻ ഹസ്ബൻഡായിട്ട് പോകുന്ന ടൈമിൽ ഒരു പ്രൈവറ്റ് പേഴ്സൺ ആയിരുന്നു. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഹസ്ബൻഡ് വീഡിയോസ് ഒക്കെ ഇടുന്നല്ലാണ്ട്. ഇൻസ്റ്റാഗ്രാമില് 2 lakhs സംതിങ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വരുമാനം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ടിക്ടോക്ക് കൂടി നല്ല ഏൺ ചെയ്യാൻ പറ്റും. ടിക്ടോക്ക് ലൈവിലൊക്കെ നമുക്ക് അത്യാവശ്യം മന്ത്ലി നല്ലൊരു എമൗണ്ട്. മന്ത്ലി എത്ര കിട്ടുന്നുണ്ട് ഇപ്പൊ? മന്ത്ലി 10,000 dirhams ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അല്ല, മീൻസ് അത് ത്രൂ ആണ്. പ്രൊമോഷൻ ഒക്കെ വരുമ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ഒരുപാട് കിട്ടും. ഇത് വെറും നമ്മളൊരു ഷോപ്പിന്റെ പ്രൊമോഷൻ നമ്മുടെ ഇൻസ്റ്റയിൽ ഇടണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ പൈസ വാങ്ങുന്നത്. ഇൻസ്റ്റാഗ്രാം ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. ടിക്ടോക്കിൽ ഇത്ര റേറ്റ് ആണ് ഞാൻ പറയുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ ഇത്ര റേറ്റ്, ഫേസ്ബുക്ക് റീൽസിൽ ഇടാൻ ഇത്ര റേറ്റ്. അങ്ങനെ ഞങ്ങൾ വാരി വലിച്ചൊന്നും എല്ലാ പ്രൊമോഷനും എടുക്കാറില്ല. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉള്ളത് മാത്രമേ എടുക്കൂ. ഇപ്പൊ ഒരേ സ്ഥാപനങ്ങൾ, ഇപ്പം ഒരു ജുവലറി ഉണ്ടെന്ന് വെച്ചോ, ജുവലറി തൊട്ടടുത്തായിരിക്കും. ഒരു ജുവലറി ഇവിടെയാണെങ്കിൽ ഒരു ജുവലറി ഇവിടെ ആയിരിക്കും. ഇവിടുത്തെ നമുക്ക് ആദ്യം പറയുന്ന പ്രൊമോഷൻ ഇവിടെയും പറഞ്ഞു ഈ 2 ജുവലറിക്കും വേണ്ടി പ്രൊമോഷൻ ചെയ്യും. ഇല്ല, അങ്ങനെ ചിലർ ലിമിറ്റ് ഇത് വെക്കും. ഇപ്പൊ ഒരു അബായ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അബായ മാത്രമേ ചെയ്യാൻ പാടും. അവർ ഇത്ര മന്ത്ലി നമുക്ക് ഇത്ര എമൗണ്ട്, ഒരു അംബാസഡർ. ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ അറബ്സിന്റെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, കഫ്റ്റേരിയ ഒക്കെ, ഷവർമ മേക്കർ റെസ്റ്റോറന്റ് എന്നൊക്കെ. അപ്പൊ അവര് നമുക്ക് ഒരു പാക്കേജ് പോലെയാണ്. അപ്പൊ വീക്ക്ലി പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ അവര് നമുക്ക് ഒരു എന്താ പറയുക സാലറി ഇതുപോലെ നമുക്ക് എമൗണ്ട് എപ്പോഴും കിട്ടും. അത് സൈഡായിട്ട് അങ്ങനെ കിട്ടുന്നത് നല്ലതാണ്. എല്ലാ രീതിയിലും ഞാൻ പറയുന്നത് ഞാൻ കൂടുതൽ ഇനാഗ്രേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു വാശിയാണ്. വാശി എന്നല്ല, ഞാൻ പറയില്ല. എന്റെ ആദ്യത്തെ മോൾക്ക് എല്ലാ മക്കൾക്കും ഞാൻ പറഞ്ഞുതരാം. അത് ഓരോരുത്തർ വാപ്പമാർ മക്കളെ ഇങ്ങനെ താലോലിക്കുമ്പോ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോ ഞാൻ ഇങ്ങനെ വിചാരിക്കൂ, എന്റെ മക്കൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഇല്ലല്ലോ വിചാരിക്കലുണ്ട്. കാരണം എന്റെ 2 മക്കൾക്ക് വാപ്പാന്റെ സ്നേഹം കിട്ടിയിട്ടില്ല. 2 ചെറിയ കുട്ടികൾ. ഇപ്പൊ ചെറുത് തന്നെ, ഒരാൾക്ക് 3 വയസ്സ് 4 വയസ്സാണ്. പക്ഷെ എനിക്കൊക്കെ വാപ്പാന്റെ നല്ല സ്നേഹം കിട്ടിയ. പിന്നെ ഞാനിങ്ങനെ പുറത്തെല്ലാം പോകുമ്പോൾ ഓരോ വാപ്പമാരൊക്കെ ഒരു മക്കളെ എടുത്ത് കൊഞ്ചിക്കുന്നതും മക്കൾക്ക് ഓരോന്നെല്ലാം ചോക്ലേറ്റ് ടോയ്സ് എല്ലാം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പാവം എന്റെ മക്കള് മീൻസ് കുറച്ച് കാലം ഇപ്പൊ എനിക്ക് ബുദ്ധി വരുന്നതാണല്ലോ. മീൻസ് ചെറിയ കുട്ടികളെ അവരെനിക്ക് ഭയങ്കര വിഷമമായിരിക്കൂലേ. അപ്പൊ എനിക്കെന്ന് പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ആരും വാങ്ങിച്ചു കൊടുക്കാനുണ്ടാവില്ല, മറ്റുള്ളവരും മുമ്പിൽ കൈനീട്ടി ജീവിക്കേണ്ടി വരില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലവിനോടുള്ള ഇപ്പൊ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാം, മക്കളെ സെറ്റിലാക്കാം. എനിക്കെന്ത് പറ്റിക്കഴിഞ്ഞാലും മക്കളെ ഹാപ്പി ആയിട്ട് നിൽക്കണം. അവർക്ക് ഒരു ഫിനാൻഷ്യലി അവരൊന്ന് സെറ്റ് ചെയ്യുക, അത്ര തന്നെ. ഇപ്പൊ രണ്ടുപേരും നിന്ന് മാറി ജീവിക്കുന്നു എന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും വേറെ പ്രൊപ്പോസൽ ആയിട്ട് വന്നോ? ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പ്രൊപ്പോസൽ, ഒരുപാട് പേരും. വേണ്ടെന്ന് വെച്ചാൽ എനിക്കിത് ഡിവോഴ്സ് പേപ്പർ കിട്ടിയിട്ടില്ലല്ലോ. 2ാമത്തെ ഹസ്ബൻഡ് ഡിവോഴ്സ് പേപ്പർ കിട്ടി. ഇനി വേറെ കല്യാണം കഴിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഇല്ല അല്ലേ? നമ്മള് ചിലപ്പോ വേറെ കല്യാണം കഴിക്കും. അതും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ കഴിക്കും, ചിലപ്പോ ഇല്ല. നമ്മൾ ഇല്ലാന്നും തീർത്ത് പറയില്ല, ഉണ്ടെന്നും തീർത്ത് പറയില്ല. എന്ത് സംഭവിക്കാം. അതെ, അതൊക്കെ പടച്ചവനായാലും. മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി മക്കൾ പറയാണ് ഇനി ഉമ്മച്ചി വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞാൽ മക്കൾ പറയുന്നത് കേൾക്കൂ, അത് നമ്മൾ സ്വയമായിട്ടൊരു കല്യാണം വേണമെന്ന് തീരുമാനിക്കും. മക്കൾ അത്രയും പറയാനുള്ള പ്രായമായിട്ടില്ല, ഇപ്പൊ ചെറിയ ബേബി അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ കല്യാണം കഴിച്ചില് മക്കൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നടക്കില്ല. മക്കൾ പറയാണ് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ വേണ്ടാന്ന് വെക്കും. മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. വേറെ ആരും നിർബന്ധിച്ചാലും നമ്മൾ വളർന്നില്ല. മക്കളെ ഇവിടെ കൊണ്ടുവരാൻ കുറച്ച് ഒരു ഇതുണ്ട്. ഹസ്ബൻഡ് സൈൻ അല്ലെങ്കിൽ ഡിവോഴ്സ് പേപ്പർ വേണോ, അല്ലാതെ മക്കളെ കൊണ്ടുവരാൻ പറ്റുന്നില്ലോ. അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. മക്കളോട് സെറ്റിൽ ആക്കാൻ ഉമ്മയൊക്കെ അറിയുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന ഉമ്മയാണ്. ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മയാണ്. എത്ര നാള് കുടുംബം നാട്ടിൽ പോകും? ഞാനും മന്ത്ലി 2 times ഒക്കെ പോകാറുണ്ട്. 2 ദിവസം പോയിട്ട് കണ്ണൂരിൽ നിന്ന് തലശ്ശേരി പോണല്ലോ അല്ലേ? കണ്ണൂര് എന്റെ കണ്ണൂരിൽ നിന്ന് തലശ്ശേരി പോണ പോലെ ഉദാഹരണം മനസ്സിലായില്ല.
അങ്ങനെയാണ് പോകുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല ശരിക്കും അവർക്ക് ഇപ്പൊ എന്റെ കെയർ വേണ്ടല്ലേ, 2 മക്കൾക്ക്, 2 ചെറിയ കുട്ടികളല്ലേ. പക്ഷെ ഞാൻ സമയം കിട്ടുമ്പോ നാട്ടിൽ പോയിട്ട് അവരെ കൊണ്ടുവരേണ്ട പ്രോസസ്സിംഗിലാണ്. ഇപ്പൊ കുറച്ചൊരു ഇഷ്യൂ കിടക്കുന്നുണ്ട്, ഡിവോഴ്സ് പേപ്പർ വേണം ഇവിടെ സെറ്റിൽ ആക്കാൻ, അല്ലെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെ ചെറിയ ഇതാണ്. ഇവിടെ ഇപ്പൊ താമസിക്കുന്നത് ഒറ്റയ്ക്കാണോ? ഇവിടെ ഒറ്റയ്ക്കാണ്. എവിടെയാണ് താമസിക്കുന്നത്? റോള കോർണിഷിന് ഓപ്പോസിറ്റ്. സ്വന്തമായിട്ട് വാങ്ങിച്ചു, ഫ്ലാറ്റ് സ്വന്തമായിട്ട് വാങ്ങിച്ചു. ഇവിടെ അത്യാവശ്യം ഏൺ ചെയ്തു, സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങിച്ചു. അതിന് ഇനിയിപ്പം വാടക കൊടുക്കേണ്ട കേസൊന്നുമില്ല. ഇല്ല, ഒന്നും വേണ്ട, സ്വന്തമായിട്ട്. ശരിക്കും നമ്മള് ഒരു നമ്മുടെ കുട്ടികൾക്ക് എന്ത് വേണം, കയറി കിടക്കാൻ ഒരു കിടപ്പാറം വരെ ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മള്, അല്ലെ? നല്ലൊരു പോരാട്ടമാണ് നടത്തിയത്. സ്ത്രീകൾക്ക് ഒരു മാതൃകയാകുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ഇൻസ്റ്റഗ്രാം എടുത്തൊക്കെ മനസ്സിലാവും. ഒരു എന്താ പറയണ്ടേ, ഒരുപാട് ഗേൾസിന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ശരിക്കും റോൾ മോഡലാണ്, നിങ്ങൾ ബിഗ് ഫാൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഞങ്ങളൊക്കെ തളർന്നു. ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അയാള് മരിക്കുക, അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ കരഞ്ഞിരിക്കുക, ഫുഡ് കഴിക്കാണ്ടിരിക്കുക, എന്നിട്ട് മക്കളെ മര്യാദയ്ക്ക് നോക്കാനും പറ്റുന്നില്ല. നിങ്ങളെല്ലാം ഇങ്ങനെ കാണുമ്പോൾ നമുക്കും ഇങ്ങനെ ഒക്കെ ചെയ്യണമെന്നുണ്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ചിലര് കമന്റ് എന്ന് വെച്ചാൽ ചിലർ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് പേര്, നീ ദുബായിൽ നിന്ന് അടിച്ചു വിളിക്കല്ലേ, അവർക്കറിയില്ല ഞാൻ അവിടെ ഏൺ ചെയ്യാനാ വന്നത്, ഞാൻ ഉണ്ടാക്കിയും കഴിഞ്ഞിട്ടുണ്ട്. ആ കമന്റ് ചെയ്യുന്ന ആൾക്കാർ നേരാവണ്ണം വീട്ടുകാർക്ക് പൈസ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പഠിച്ചവരറിയാം. അപ്പൊ അതൊക്കെ അത്രയേ ഉള്ളൂ. ഈ ഫോണൊക്കെ ഇപ്പൊ ഞാൻ ഇപ്പൊ കണ്ടപ്പോ 3 ഫോൺ സോറി ടോട്ടൽ 7 ഫോൺ ഇന്ന് കണ്ട 3 ഫോൺ നല്ല പൈസ മുടക്കമുള്ള ഫോണല്ലേ. അതൊക്കെ നമുക്ക് പണ്ടൊക്കെ ഫോണൊക്കെ ഉപയോഗിക്കാൻ വീട്ടിൽ നിന്ന് വാങ്ങി തന്നായിരുന്നല്ലേ? വീട്ടിൽ നിന്ന് വാങ്ങി തന്നെ നല്ലൊരു ഫോൺ ഉപയോഗിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഹസ്ബൻഡുമായിട്ട് ജീവിക്കാൻ അങ്ങനെ ഒരു ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെ? ഇല്ല, ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ. ഹസ്ബൻഡുമായിട്ട് ജീവിക്കുമ്പോൾ നല്ലൊരു ഫോൺ എനിക്ക് വേണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല ഫാമിലിയില്ലേ, കല്യാണം കഴിക്കുമ്പോ അവിടെ നല്ല വാങ്ങി തന്നെ. ആ ഫോണിന്റെ ഒക്കെ ഇപ്പൊ ഞാൻ ഇന്ന് കാണുമ്പോ 3 ഫോണാണ് കയ്യിലുള്ളത്. 3ഉം നല്ല പൈസ കൊടുത്തുള്ള ഫോണാണ്. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നതാണോ? ഗിഫ്റ്റ് കിട്ടിയ ഇതൊക്കെ ഫാൻസ് ചെയ്തിരുന്നത്. ഇവിടെ ഭയങ്കര ഫാൻസ് ആണ്, ട്രോൾ ചെയ്ത് ഗൈസ്. നമുക്കൊക്കെ ഒത്തിരി ഫാൻസ് ഉണ്ട്, ആരും ഒന്നും വാങ്ങി തന്നെ ഇല്ലല്ലോ. അത്യാവശ്യം മുൻചെല്ലാം വേണം എന്നെ പോലെ, എന്നാലേ കിട്ടുള്ളൂ. അതെയോ? ആണുങ്ങളായോണ്ട് കിട്ടില്ല അതോ? അങ്ങനെയൊന്നുമില്ല, പെൺകുട്ടികൾക്ക് കിട്ടണമെന്നില്ല. എത്ര പെൺകുട്ടികളുണ്ട്. ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോ ഓരോ പെൺകുട്ടികൾ ഇങ്ങനെ പറയും, ഞങ്ങൾക്കൊന്നും 1 രൂപന് മുട്ടായി പോലും ഇവിടെ ആരും വാങ്ങി തരുന്നില്ലല്ലോ. പക്ഷെ എന്നെ കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു ഇതൊക്കെ കൊണ്ട്. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടെ എത്തിയതുകൊണ്ട് ചിലവർക്കൊക്കെ ഭയങ്കര ഒരു പ്രൗഡായിട്ട്. അങ്ങനെ 7 ഫോണുണ്ട്, 7 ഗിഫ്റ്റ് കിട്ടിയ ഫോണാണ്. ബാക്കി വീട്ടിലുണ്ട്. 7 അതിൽ കൂടുതൽ എല്ലാം ഐഫോൺ. നമുക്ക് പോകുമ്പോ നമുക്ക് പൈസക്ക് പുറമെ ഗിഫ്റ്റും തരും. നമുക്ക് പ്രൊമോഷൻ ചെയ്യുമ്പോ ഗോൾഡ് ആയിട്ട് ഒരുപാട് ഗോൾഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സ്വർണ്ണമൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലേ? ഒത്തിരി ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. സേഫ് ആയിട്ട് ലോക്കറിൽ വെച്ചേക്കാണ്. ലോക്കറിലാണ്. അപ്പം ഏതെടുത്താലും പൈസ എന്ന് പറഞ്ഞ പോലെയാണ് അതല്ലേ? നമ്മളൊരു പ്രൊമോഷൻ ചെയ്താൽ പൈസ കിട്ടും, ഗിഫ്റ്റ് കിട്ടും, എല്ലാ സൗകര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. ഇത് നല്ലൊരു ജോലിയാണ്. സർക്കാർ ജോലി ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. ഇല്ല, ഒരു കാര്യമില്ല. ഇതാണ് ഏറ്റവും നല്ല പ്രൊമോട്ടർ ആവുന്നത്, ഇൻഫ്ലുവൻസർ ആവുന്നത്. പക്ഷെ അതുപോലെ നിക്കണം കേട്ടോ, ആ ഒരു സ്റ്റാൻഡേർഡിൽ പോകണം. ഈ സ്റ്റാൻഡേർഡിൽ പോകണം. സ്റ്റാൻഡേർഡ് വിട്ട ആളുകളുണ്ടോ? അങ്ങനെയല്ല, നമ്മള് ഒന്നാമത് ഇത് തന്നെ ആൺകുട്ടികളെ നമ്മള് കാണുന്നതല്ലേ, ഓരോ ആൺകുട്ടികൾ പല ഇതും പറഞ്ഞിട്ട് ഒലിപ്പിക്കാനെല്ലാം വരും. ഇനി ഇഷ്ടമാണ്, ഈ സംഭവമാണ്, അങ്ങനെയാണ്. പക്ഷെ ഒന്നിലും വീഴരുത്, വീണാ തീർന്ന്, അത്രേ ഉള്ളു. അതുകൊണ്ട് കുറച്ച് എന്താ പറയുക, കുരുട്ട ബുദ്ധിയാണ്. മീൻസ് ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരെല്ലാം വീഴാണ്ട് നമുക്ക് എന്താ പറയാ, അങ്ങനെ മീൻസ് പ്രേമിക്കുന്ന ഇഷ്ടമല്ല, പ്രേമിച്ചോട്ടെ, നോ പ്രോബ്ലം. വീഴരുത്, വീണാ തീർന്നു. അതോടുകൂടി നമ്മുടെ ജീവിതം തീരും ഉറപ്പായിട്ടും. കാരണം ഒരിക്കലും ഒരു ടൈം വരെ നമ്മളെടുത്ത് ഇഷ്ടമുണ്ടാവും. നമ്മളെ ബോഡി കണ്ടിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഒരിക്കലും എന്താ പറയണ്ടേ, നമ്മളെ കിട്ടിക്കഴിഞ്ഞാല് ഓല ഇത് പോവും, മനസ്സിലായോ? അപ്പൊ നമ്മള് എന്താ പറയാ, അതിലൊന്നും വീഴാണ്ട് നല്ല പൈസ ബോഡി കണ്ടിട്ട് വീഴാണ്ട് നമ്മളെ ബോഡി, എന്റെ ബോഡി ഇത് തന്നെയാണ്, നിങ്ങൾ എന്നെ ആരാധിച്ചോളൂ, എന്നെ ഇഷ്ടപ്പെട്ടു കിടന്നുകളി. ഈ ആടിനെ പ്ലാവല കാണിക്കുന്ന പോലെ, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയൊന്നല്ല, മീൻസ് നമ്മളൊന്നിനും വീഴാതിരിക്കും, അത്രയാണ്. അല്ല, എനിക്കത് ഇഷ്ടം, എനിക്ക് പ്രേമിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. ഇപ്പൊ പ്രണയം ഉണ്ടോ? ആരെടുത്തും ഇല്ല. ജീവിതത്തിൽ എത്ര പ്രണയിച്ചിട്ടുണ്ട്? ജീവിതത്തില് അങ്ങനൊക്കെ പറഞ്ഞാലും അങ്ങനെയൊന്നുമില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു പഠിക്കുമ്പോ പ്രണയം ഉണ്ടായിരുന്നു. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോ? 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിൽ പ്രണയം ഉണ്ടല്ലേ? ആ പ്രണയം എത്ര നാൾ നീണ്ടു വന്നു? അങ്ങനെ ചോദിക്കരുത്, അതെനിക്ക് ഓർമ്മയില്ല. സീരിയസ് ആയിട്ട് പ്രണയിച്ച എത്രാം വയസ്സിലാ? സീരിയസ് ആയിട്ട് പ്രണയിച്ച എത്രാം വയസ്സിലാ? അങ്ങനെ
ശരിക്കും പറഞ്ഞാൽ ഞാൻ കൂടുതൽ പ്രണയിച്ച 2 ഹസ്ബൻഡിനെ തന്നെയായിരുന്നു. ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഇഷ്ടപ്പെട്ട, അല്ലാണ്ട് ടൈം പാസിന് ഉണ്ടായിരുന്നു, മുമ്പുണ്ടായിരുന്നു, കല്യാണത്തിന് മുമ്പിട്ടുണ്ടായിരുന്നു. അത്രേ അങ്ങനെ ഫോൺ വിളിക്കാനൊന്നും പറ്റൂല. എന്റെ ഉമ്മ ഭയങ്കര സ്ട്രിക്റ്റ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ റീസെന്റ് ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ വരുത്താൻ തന്നെ അലോഡാക്കി. അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ പോലും ആൺകുട്ടികളോട് അങ്ങനെ സംസാരിക്കാൻ പോയില്ല. അങ്ങനെ മീൻസ് നമ്മളെ നാട്ടിൽ മുസ്ലിം ഭയങ്കര ദീനപരമായിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പം കണ്ണൂരാണല്ലോ. അതെ. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ ബോയ്സ് ആയിട്ട് ഫോൺ ചെയ്യലോ, ബോയ്സിന്റെ വീട്ടിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ്, അവര് കുറച്ച് ഏജ്ഡ് അല്ലേ, അപ്പൊ അവർക്ക് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിയില്ല. ഫ്രണ്ട്സ് എന്താ അങ്ങനെ. ഈ കണ്ണൂരില് വിമൽ പറഞ്ഞൊരു കമന്റ് വായിച്ചില്ലേ, കല്യാണ വീട്ടില് മുസ്ലിം വീട്ടില്, അത് അറിഞ്ഞായിരുന്നോ? അത് വലിയ വിവാദമായിരുന്നല്ലോ. മുസ്ലിം വീട്ടുകളിൽ കല്യാണ വീട്ടിൽ മുസ്ലിങ്ങള് പുറയിലൂടെ പിന്നിലൂടെ പോയി അവിടെ ഭക്ഷണം കഴിക്കാനല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. മീൻസ് അത് ഓരോരുത്തർ ഇതാണ്, അവർക്ക് പ്രശ്നമില്ല, പിന്നെ നമുക്ക് എന്താ, ഓരോരുത്തർ ഇതല്ലേ, ഞാൻ അതിലൊന്നും പറയില്ല. മുസ്ലിം ഫാമിലി ആണല്ലോ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കല്യാണ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ പിന്നിലൂടെ പോകണം അങ്ങനെയൊക്കെ പറയുമ്പോൾ? ഇവിടെ അറബ്സിന്റെ ഇവിടെ ഇങ്ങനെ തന്നെയല്ലേ, മീൻസ് ഗേൾസിന് സെപ്പറേറ്റ് ഫുഡ്, ബോയ്സിന്, അതൊക്കെ ഓരോരുത്തർ കൾച്ചറാണ്. അത് നമുക്ക് ഒന്നും പറയാൻ, ഞാനൊന്നും പറയില്ല, അതെല്ലാം ഓരോരുത്തർ ഇഷ്ടമാണ്. അങ്ങനെ ഒരു വേർതിരിവ് വേണോ? അങ്ങനെ വേർതിരിവ് വേണമെന്ന് വെച്ചാൽ ചിലർക്ക് എല്ലാരും നമ്മളെ പോലെ ആവണമെന്നില്ല. ചിലർക്ക് ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് പോയിട്ട് ഫുഡ് കഴിക്കണം അങ്ങനെ ഉണ്ടാവും. മീൻസ് ലേഡീസിന്റെ ഇടയിൽ കൂടി അങ്ങനെ. മീൻസ് ഹോട്ടലിൽ കയറി ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിക്കണം. അവിടെ പ്രൈവറ്റ് ആയിട്ട് ഹോട്ടലിൽ പോയിട്ട് വേറെ ഒരു കർട്ടൻ ഇട്ടൊന്നും തിരിക്കണമെന്നില്ല ഹോട്ടലിൽ. പക്ഷെ ഇവിടെ ഉണ്ട്, സൗദിയിലൊക്കെ ഉണ്ട് കേട്ടോ. അത് ലേഡീസിന് വേറെ തന്നെ സെക്ഷൻ ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. സൗദിയിൽ അങ്ങനെ തന്നെ എല്ലാ റെസ്റ്റോറന്റിലും ഫാമിലി സെക്ഷൻ വേറെയാ, പിന്നെ ബാച്ചിലേഴ്സ് സെക്ഷൻ വേറെ, അങ്ങനെ ഫുഡ് കഴിക്കാനല്ല. അത് നമ്മളെ ഒരു മതത്തില് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പൊ അത് ഫോളോ അപ്പ് ചെയ്യുന്ന നല്ല ദീനായ ആൾക്കാര് അത് ഫോളോ അപ്പ് ചെയ്യുന്ന. അങ്ങനെ മറ്റുള്ളവർക്ക് നല്ല ദീനില്ലാന്ന് ഞാൻ പറയില്ല, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമില്ലേ. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ വിവാദത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയില്ല, എന്റെ ഇതൊന്നും വരില്ല. അതെ നമ്മൾ എല്ലാം പഠിച്ചതിന്റെ കയ്യില്ല. ഞാൻ സ്വർഗത്തിൽ പോവോ നിങ്ങൾ സ്വർഗത്തിൽ പോവോ നമുക്ക് ഒരാളെയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, അല്ലാണ്ട് 5 നേരം നിസ്കരിച്ചിട്ട് കുറ്റം പറഞ്ഞിരുന്നു കഴിഞ്ഞാല് ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. അപ്പോ ഇപ്പൊ ഞാൻ നിങ്ങളെ കുറിച്ച് കുറ്റം പറയാം, നമ്മളെ മതത്തിൽ എങ്ങനെയാണ്, നിങ്ങളെ കുറിച്ച് കുറ്റം പറയാം, നിങ്ങൾ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. അപ്പൊ ഒരിക്കലും നമുക്ക് ഒരാളെ ദീനിയാണോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാം പഠിച്ചവന്റെ കയ്യിലാണ്. നല്ലൊരു വിശ്വാസമാണല്ലേ? ഞാൻ നല്ല വിശ്വാസിയാണോ, പഠിച്ചവനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ ഇന്ന് ഈ ലെവലിൽ എത്തിയത് പഠിച്ചവന്റെ ഇതുകൊണ്ട് തന്നെ. ഞാൻ പറയില്ലേ, ഞാനൊന്നും മരിക്കാൻ പോയ വ്യക്തി ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ ബ്ലെസ്സിങ് തന്നെയാണ്. ഈ വിവാദങ്ങൾ പല കമന്റുകളും വന്നിട്ട് ഒറ്റയ്ക്ക് ശരിക്കും ദുഃഖം വന്ന ഒരു കമന്റ് നീ ഓർക്കുന്നുണ്ടോ? ഒറ്റക്ക് ദുഃഖം കൊറേ ഉണ്ട്, ഒന്നൊന്നല്ല, കരഞ്ഞ കൊറേ കമന്റ്സുകളെല്ലാം ഉണ്ട്. അതന്നെ ഇത് എന്റെ മക്കളെ, ഞാൻ സത്യം പറഞ്ഞാല് ഞാന് ലേറ്റ് ആയിട്ട് കിടക്കും, വേറൊന്നും വേണ്ടല്ല. രാത്രി മക്കളെ നല്ലോണം മിസ് ചെയ്യും. കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ മക്കള് എന്റെ മേത്താണ്ടാവും. ന്യൂസ് ആയിക്കോട്ടെ ന്യൂസ് ആയിക്കോട്ടെ, ഒരാൾ ഇവിടെ ആയിട്ടാ കിടക്കുക. അപ്പൊ നമ്മള് ഓൽക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഒരാള് ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് മക്കളെ സെറ്റിൽ ആക്കാൻ നോക്കുമ്പോ ചിലരെ കമന്റ് ഉണ്ടാവും, നീ ദുബായിൽ നിന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കല്ലേ. ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടുന്ന പൈസനോ 1 രൂപ പോലും ഞാൻ എടുത്ത് അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ടില്ല മക്കൾക്ക് വേണ്ടിയിട്ട്. അതെന്റെ പേരൻസിനെ അറിയാം, എൻ്റെ ഇക്കാക്കൊക്കെ അറിയാം. എൻ്റെ ഇക്കാക്ക് എല്ലാം ഡീൽ ചെയ്യുന്നത് എൻ്റെ എമൗണ്ടും കാര്യങ്ങളെല്ലാം. അപ്പൊ എൻ്റെ ഇക്കാക്കൊക്കെ അറിയാം, എൻ്റെ ഉമ്മാക്ക് ഉപ്പാക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ അനിയനറിയാം. എന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ ഇവര് എന്ത് മനുഷ്യന്മാരാണ്, നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഹസ്ബൻഡ് നോക്കുന്നില്ല, എന്നിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വേറെ നാട്ടിൽ നിന്നിട്ട് ആ കുഞ്ഞു മക്കളെ മിസ് ചെയ്തിട്ട് ഒരാണ് ഇവിടുന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുമ്പോൾ ചിലർ കമന്റ്, ഇത് അടിയിൽ വരുന്ന കമന്റ് ഉണ്ട്. നേരിട്ടൊന്നും ആരൊന്നും പറയില്ല, നല്ല അടിപൊളിയാണ് നീ സംഭവം അങ്ങനെ രീതിയിൽ സംസാരിക്കും. ചില കമന്റ്, നീ ദുബായി പോയിട്ട് അടിച്ചു പൊളിക്കല്ലേ, അങ്ങനെ. അന്നേരം നമുക്ക് സങ്കടമായാലുണ്ട് മക്കളെ വിട്ടിട്ട്. നമുക്കറിയാലോ എന്താ സംഭവം എന്നുള്ളത്. അത് ഭയങ്കരമായിട്ട് കരയിലുണ്ട് രാത്രി ആലോചിച്ച് കരയിലുണ്ട്. എന്തായാലും വലിയൊരു പോരാട്ടത്തിലൂടെയാണ് ഇത്രയും ജീവിത കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പറയാത്ത കാര്യങ്ങൾ ഇനി ഈ ജീവിത പോരാട്ടം ഇനിയും പോരാടണം. മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്, അതൊരു മാറ്റമൊന്നുമില്ല. കാരണം ഇത്തരം പെൺകുട്ടികൾ പല മേഖലയിലും ഈ ജീവൻ അവസാനിപ്പിച്ച പെൺകുട്ടികളാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. ഒത്തിരി പെൺകുട്ടികളുണ്ട്, 2 വിവാഹം ചെയ്തു, 2 നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലെ? അത് വലിയൊരു, ഈ പ്രായത്തിൽ അത് വലിയ രീതിയിൽ ദുഃഖമുണ്ടാകുന്ന ഒരു മനസ്സായിരിക്കും. എന്നിട്ടും ഇപ്പോഴും ചിരിച്ചു കളിച്ച് സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോരാട്ടമാണ്. ഇനിയും പോരാടണം. ഇതിനും അപ്പുറത്തേക്ക്
വലിയ വലിയ ഷോപ്പുകളൊക്കെ ഇനാഗ്രേഷൻ ചെയ്ത് വലിയ വലിയ പണമുണ്ടാക്കി മറ്റുള്ളവരെ വെല്ലുവിളിച്ചവരെ നമുക്ക് തുറന്നു കാണിക്കാം. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര രീതിയിൽ കംപ്ലൈന്റ് ചെയ്ത ആ ഷോപ്പിന്റെ ഒക്കെ 1 ലക്ഷം തന്ന് ഷോപ്പിന് ഇനാഗ്രേഷൻ പോയ ഒരു കഥ എന്നോട് ഓർമ്മിച്ചില്ല. അതിനപ്പുറത്തേക്ക് ഇനിയും വളരണം. ഇത്രയും നേരം സഹകരിച്ച വളരെയധികം നന്ദിയുണ്ട്. ഇനി നമുക്ക് കാണുമ്പോൾ കൈ നിറയെ ഫോണുമായിട്ട് വരട്ടെ. കുറെ ഫോണുകൾ ഇനി ഗിഫ്റ്റ് തരും. എഴുതി വെച്ച് ഞാൻ അത് എഡിറ്റ് ചെയ്ത് കളയില്ല കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. അല്ലെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്ത് വന്നിട്ട് ഇനി അടുത്ത വരവ് ഞാൻ ഫോൺ എവിടെ ഞാൻ ചോദിക്കുമ്പോൾ തരേണ്ടതായി വരും. അപ്പം എല്ലാവിധ ആശംസ. ഇനിയും സിനിമകൾ അഭിനയിക്കുക, ഇനിയും നല്ല നല്ല വേഷങ്ങൾ ചെയ്യുക. മലയാളികളുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ അടിയിലേക്ക് എത്താവുന്ന വേഷങ്ങൾ ലഭിക്കട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.